ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. 1987 ഡിസംബർ 7 നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനമാണ് ജൂൺ 26 രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷം ഇതുവരെ 1131 മയക്കുമരുന്ന് കേസുകളാണ് കൊച്ചിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെ ആദ്യ വിനാശകാരിയായ ലഹരിമരുന്നായി കണക്കാക്കപ്പെട്ട കറുപ്പിനെതിരായ യുദ്ധത്തിന്റെ ഓർമ്മയിലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി തെരഞ്ഞെടുത്തത്. ചെയ്യേണ്ടത് വ്യക്തം, പ്രതിരോധത്തിനാകണം ഊന്നൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. കറുപ്പും കള്ളും ചാരായവുമായിരുന്നു ഒരു കാലത്ത് മലയാളികളുടേത് ഉൾപ്പെടെ ലഹരി വസ്തു. പിന്നീടത് വീര്യം കൂടിയ മദ്യ ഇനങ്ങളിലേക്ക് മാറി. എന്നാൽ ഈ കാലത്ത് രാസലഹരിയുടെ വ്യാപനമാണ് വെല്ലുവിളി. ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെ ഒരിക്കലും ഈ മാരക ലഹരിയിൽ നിന്ന് തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നതാണ് നടുക്കുന്ന വസ്തുത. ഈ വർഷം ഇതുവരെ 1131 ലഹരി കേസുകളാണ് കൊച്ചിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. 1261 പേർ അറസ്റ്റിലുമായി. പെൺകുട്ടികളടക്കം അറസ്റ്റിലായവരിൽപ്പെടും. ഇന്നത്തെ യുവതലമുറയിൽ നമ്മൾ മുമ്പ് കണ്ടതിനേക്കാളും കൂടുതൽ വളരെയധികം, അതായത് വർഷം കൂടുന്തോറും ഒരു കണക്കില്ലാത്ത രീതിയിൽ കൂടി വരുന്ന ലഹരി അവസ്ഥയ്ക്ക് മുഖ്യമായിട്ടുള്ള ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് സ്ട്രെസ് ഫേസ് ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല, എസ്കേപ്പിസം എന്നുള്ള ഒരു ഹാബിറ്റും. അതേപോലെ നമ്മൾക്ക് അവൈലബിലിറ്റിയും കൂടി കഴിഞ്ഞു. നേരത്തെ പഞ്ചാബിൽ ആണ് ഏറ്റവും കൂടുതലെന്ന് വിശ്വസിച്ചിരുന്നിടത്ത് അത് കേരളത്തിലെന്ന് പറഞ്ഞിരുന്നു. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിൽ ഇപ്പം ഏറ്റവും നമ്പർ 1 പൊസിഷനിൽ ഡ്രഗ്സിൻ്റെ അതിപ്രസരം എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തി. സർക്കാർ തലത്തിൽ എല്ലാ ആക്ഷൻ എടുക്കുമ്പോഴും അതിനേക്കാളും കൂടുതൽ ഇപ്പുറത്തോടി വന്നിട്ട് ഡ്രഗ്സിന്റെ ഇൻഫ്ലോ വന്നുകൊണ്ടിരിക്കുകയാണ്. 2021 910 മയക്കുമരുന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 1091 പേരെ അറസ്റ്റ് ചെയ്തു. 2022 ലഹരി കേസുകളുടെ എണ്ണം 2707 വർദ്ധിച്ചു. 3214 അറസ്റ്റും അന്ന് രേഖപ്പെടുത്തി. 2023 കേസുകളുടെ എണ്ണം 5306 കൂടി. 5836 അറസ്റ്റും രേഖപ്പെടുത്തി. കൊച്ചി ലഹരിയുടെ ഹബ്ബായി മാറിയിരിക്കുകയാണ്. ഉപയോഗിക്കുന്ന ആളെ മാത്രമല്ല ഈ ലഹരി ബാധിക്കുക എന്നതാണ് മറ്റൊരു ഭീഷണി. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മളൊരു കെട്ടുറപ്പുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതിൽ നിന്ന് നമുക്ക് നമ്മളുടെ യുവതലമുറയെ രക്ഷിക്കാൻ പറ്റും. കാരണം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് മദ്യം പോലെയുള്ള ഒരവസ്ഥയല്ല. അഡിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ നശിച്ചു പോകുന്ന, അടുത്ത തലമുറ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടി കെട്ടുറപ്പുള്ളതാക്കുക. കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ വന്ന് അവരുടെ വിഷമങ്ങൾ പറയാനും അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പേരൻസ് കൊടുക്കുക. പക്ഷെ എന്നാൽ കർക്കശ്യം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട് താനും. ബന്ധങ്ങളുടെ കെട്ടുറപ്പാണ് ഏറ്റവും നല്ല ഒരു മാർഗമായിട്ട് ഞാൻ കരുതുന്നത്. യുവതലമുറയെയും നാടിനെയും അപ്പാടെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ മാത്രം പ്രവർത്തിച്ചതുകൊണ്ടോ ബോധവൽക്കരണം കൊണ്ടോ മാത്രം കാര്യമില്ല. സമൂഹത്തിന്റെ ജാഗ്രതയോടെയുള്ള ഇടപെടലും അനിവാര്യമാണ്. അതാണ് കാലം ആവശ്യപ്പെടുന്നതും. ജോസഫ് മനച്ചിക്കൽ, ജീവൻ ന്യൂസ്, കൊച്ചി.